ഹായ് ഫ്രണ്ട്സ്, MJ ലൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സ്വാദിഷ്ടമായ കേരള ചിപ്സാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായി അധികം പഴുക്കാത്ത ഏത്തക്കായയാണ് നമുക്കിതിന് വേണ്ടത്. ആ ഏത്തക്കായ നമ്മൾ എടുക്കുക ആവശ്യത്തിന്. അധികം നന്നായി പഴുക്കാത്ത ഏത്തക്കായ വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാൻ. ഏത്തക്കായ നമ്മൾ ഇനി തൊലി കളഞ്ഞെടുക്കണം നന്നായി. ഏത്തക്കായ പൊളിക്കുമ്പോൾ എളുപ്പത്തിൽ പൊളിക്കാനായിട്ട് നമ്മൾ ഏത്തക്കായയുടെ അകത്തോട്ട് ചെല്ലാത്ത വിധം അതിൻ്റെ തൊലിയുടെ നെടുകെ നമ്മൾ പൊളക്കുക. അതിനുശേഷം ഈ വീഡിയോ കാണുന്ന പോലെ തൊലി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കളയുക. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏത്തക്കായ മുഴുവൻ നമ്മൾ പൊളിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഉടനെ തന്നെ വെള്ളത്തിലിട്ട് വെക്കുക. ഇതിൻ്റെ കറ പോകാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. കുറച്ച് സമയം വെള്ളത്തിലിട്ട ശേഷം ഇത് നന്നായി കഴുകിയെടുക്കുക. വെള്ളത്തിലിട്ട് അതിൻ്റെ കറ നന്നായി പോകുന്ന രീതിയിൽ കഴുകിയെടുക്കുക. നന്നായി വൃത്തിയായി കഴുകിയെടുത്തിരിക്കുന്ന ഏത്തക്കായ ഇനി നമുക്ക് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. ഏകദേശം ഈ കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഏത്തക്കായ നമ്മൾ അരിഞ്ഞതിന് ശേഷം ഇത് കുറേ നേരം വെച്ചുകൊണ്ടിരിക്കരുത്. ഇതിനാവശ്യമായ എണ്ണ നമുക്ക് ഒരു ഉരുളിയിലേക്ക് ഒഴിക്കാം. ഇനി എണ്ണ ചൂടാവട്ടെ. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇപ്പം നമ്മുടെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇതിലോട്ട് ഇട്ട് നോക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് അറിയാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഏത്തക്കായ അരിഞ്ഞത് ഇതിലോട്ട് ചേർക്കാം.
ഇപ്പം ഏകദേശം നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇതിന് ഏകദേശം ഒരു യെല്ലോയിഷ് കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ഉപ്പും തമ്മിലുള്ള മിശ്രിതം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന് മറ്റൊരു പാത്രത്തിലേക്ക് വാങ്ങി വെക്കാം. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചിപ്സ് റെഡിയായി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.